കായിക ജ്യോതിഷൻ്റെ പ്രണാമം. ഞാനിന്ന് ഈ വീഡിയോ ഇടാനുണ്ടായത് കാരണം നിങ്ങളൊന്ന് കേൾക്കും. കാരണം സാറേ, അർജുൻ്റെ കാര്യത്തിൽ സാറ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാറ് പറയുന്ന 100% എല്ലാ കാര്യങ്ങളും സത്യമാണ്. അത് ഞങ്ങൾക്ക് അനുഭവമുള്ള കാര്യമാണ്. സാറിന് മഹാദേവൻ്റെ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ. അല്ലാതെ ഓരോന്ന് പറയുന്നവര് അവര് കുശുമ്പും അസൂയകാലുകളും അല്ലേ സാറേ? എല്ലാവരും നല്ലവരും ഉണ്ട്, ചീത്ത ആൾക്കാരും ഉണ്ട്. അവര് പറയുന്നത് സാറൊന്നും ഗമനിക്കാൻ പോകണ്ട. അതുവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. അവരത് നിർത്തത്തില്ല. അവർ നാണം ഉണ്ടെങ്കിൽ അല്ലേ അവർ നിർത്തും. അവർക്കതില്ല. അതുകൊണ്ടാണ് സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ്. ഞങ്ങൾക്ക് തന്നെ അനുഭവമുണ്ട്. അത് സത്യമാണ് സാറ് പറയുന്നത്. അതിന് അങ്ങനെ ബോധ്യമുള്ളവർക്കേ അതറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചാവാലപ്പട്ടിയൊക്കെ എന്നെ അറിയാനാ? ഒന്നും അവർക്കറിയത്തില്ല. ഒരാളെ പഴിക്കാനേ അവർക്കറിയാം. അല്ല ഒരു നന്മ വരുന്ന ഒരു നല്ല കാര്യം പറയാനോ ചെയ്യാനോ പ്രവർത്തിക്കാനോ ഒന്നും അവർക്കറിയത്തില്ല. അതേ ഉള്ളൂ. എന്തായാലും സാറിനെ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരേറെയുണ്ട്. സാറ് പറയുന്ന 100% ശരിയാണ്. അനുഭവസ്ഥയാണ് ഞങ്ങൾ. അതുകൊണ്ട് പറയാം സാറേ, സാറിന് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. കേട്ടല്ലോ, ഇത് വെറും ഒരാളിൻ്റെ കമൻസാണ്. 100 കണക്കിന് ഓഡിയോ ക്ലിപ്പുകൾ എൻ്റെ ഇതിൽ വാട്സപ്പിൽ ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ഈ ലോകത്തുണ്ട്. പക്ഷെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് സ്ഥലം കാണത്തില്ല. അത്രത്തോളം ഓഡിയോ ക്ലിപ്പുകൾ. ഞാൻ സത്യം പറയും. സത്യം പറയുന്നവരെ ആർക്കും വേണ്ട. പൊതിഞ്ഞ് സംസാരിക്കുന്നവർ, വിഷത്തിൽ മധുരം പുരട്ടി സംസാരിക്കുന്നവരെയാണ് ഇഷ്ടം. പക്ഷേ തീർച്ചയായും ഞാൻ കാണുന്നത് പറയും. അർജുൻ എന്ന് പറയുന്ന ആ സഹോദരൻ, അത് എന്താ പറയുക, അവൻ ഒരു ശക്തിയാണ്. അവൻ ആ കുടുംബത്തിൻ്റെ ശക്തിയാണ്. തീർച്ചയായും അവനെപ്പോലുള്ളവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടതും ആവശ്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, സന്തോഷ് നായർ എന്ന നിലയിൽ എനിക്കങ്ങനെ പറയാം. അർജുൻ തിരികെ വരട്ടെ ജീവനോടെ എന്നൊക്കെ പറയാം. പക്ഷേ കലിയുഗ ജ്യോതിഷൻ എന്ന കാര്യത്തിൽ അത് ഞാൻ ശിവദീക്ഷ എടുത്തവനാണ്. സത്യം സത്യമായിട്ട് കാണുന്നത് പോലെ തന്നെ പറയാം. കുറച്ച് സമയം നീട്ടിക്കൊണ്ട് പോവാം, എങ്കിലും സത്യം പറഞ്ഞേ പറ്റുള്ളൂ. സത്യം നമ്മൾ മറച്ചു വെച്ചാലും കാലം അത് തെളിയിച്ച് തന്നെ തീരും. അപ്പോൾ നമ്മൾ ആ കണ്ട കാര്യം മറച്ചു വയ്ക്കാൻ പാടില്ല. അതിനാര് നമ്മളെ ചീത്ത പറഞ്ഞാലും ആര് നമ്മളെ വഴക്ക് പറഞ്ഞാലും അതവൻ്റെ അറിവില്ലായ്മയായിട്ട് കണ്ടാൽ മതി. അപ്പോൾ എന്തൊക്കെ ഒരുപാട് പേര് അതങ്ങനെ എഴുതും. അത് പോട്ടെ, നമുക്ക് വിഷയമുള്ള കാര്യമല്ല. തീർച്ചയായും ഞാൻ ദീക്ഷ എടുക്കുന്ന സമയത്ത് ഒരു പ്രമാണമുണ്ട്. ഞാൻ പൂജ ചെയ്യാറുണ്ട്. പൂജ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിൻ്റെ അച്ഛനോ അമ്മയോ മരിച്ചാൽ പോലും നീ അവിടെ നഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ആ പൂജ പൂർത്തീകരിക്കാതെ നീ അവിടെ നഴിക്കരുത്. അതൊരു പ്രമാണമാണ്. അവിടെ നീ തന്ത്രിയാണ്. തന്ത്രി എന്നാൽ ഭഗവാന്റെ പിതാവ്. ഭഗവാന്റെ പിതാവായ നീ അത് ചെയ്യാൻ പാടില്ല. അതായത് എൻ്റെ ആരെങ്കിലും മരിച്ചാൽ പോലും, എൻ്റെ അച്ഛനോ അമ്മയോ ആര് മരിച്ചാൽ പോലും എനിക്ക് ആ പൂജ പൂർത്തീകരിക്കാതെ ഞാൻ അഴിക്കാൻ പാടില്ല. കാരണം ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് ആ ചൈതന്യത്തെ ദേവൻ, അതായത് ദേവന്മാരുടെ പിതാവായ തന്ത്രിയെ ആവാഹിച്ചിരിക്കുകയാണ്. യന്ത്രമന്ത്ര താന്ത്രിക ശക്തിയിലൂടെ ആവാഹനം നടത്തിയിട്ട് ശിവദീക്ഷ എടുത്ത ഞാൻ ശിവദീക്ഷയുടെ ആ ശക്തിയും ആവാഹിക്കും. പിന്നെ ദേഹശുദ്ധി വരുത്തും. എല്ലാം ചെയ്ത് ഞാൻ ഭഗവാന്റെ പിതാവായിട്ട് അവിടെ ഇരിക്കുകയാണ്. ആ സമയം ഞാൻ മനുഷ്യനല്ല, ഞാൻ ദൈവത്തിൻ്റെ പിതാവാണ്. അതായത് മഹാദേവൻ്റെ പിതാവാണ്. തന്ത്രി എന്നാൽ ഭഗവാന്റെ പിതാവ്. അപ്പം ഭഗവാന്റെ പിതാവായിട്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും അവർ ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്ന പൂജയിൽ നിന്നും എന്ത് പ്രയാസം വന്നാലും എനിക്ക് കഴിക്കാൻ പാടില്ല. അത് നിയമമാണ്. അതുപോലെ കാണുന്ന കാര്യങ്ങൾ ഞാൻ പറയും. അത് മനുഷ്യർക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്നിരിക്കും. അതവൻ്റെ വിവരമില്ലായ്മയാണ്. എന്നെ അറിയാമെന്നുള്ളവരെ, എന്നെ മനസ്സിലാക്കുന്നവർക്ക് അതറിയാം. അല്ലാതെ സത്യം പറയുമ്പോൾ അതങ്ങനെയാണ്. ലോകമാദ്യം അത് കല്ലെറിയും. പിന്നീട് അത് അറിയുമ്പോൾ അവൻ സമ്മതിക്കും. അതുകൊണ്ടാണ് 90% പ്രവചനങ്ങളെ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാലും വിമർശകർ ഫാറിൻ്റെ കയ്യിൽ നിന്ന് 100%, അതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പം ഞാൻ 850ഓളം പ്രവചനങ്ങൾ നടത്തി. അതിലൊരു 5-6 പ്രവചനങ്ങൾ
ലോസായി, അതായത് ശരിയായില്ല. അപ്പോൾ അതിനതിൻ്റേതായ കാരണം കാണും, ചില അട്ടിമറികൾ കാണും, കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ ഞാൻ പറയുന്ന ഓരോ വാക്കും കറക്റ്റ് തന്നെ ആയിരിക്കും. BJPയുടെ അക്കൗണ്ട് തുറക്കില്ല BJP എന്ന് പറഞ്ഞു. NDA ആണ് അക്കൗണ്ട് തുറന്നത്, BJP അക്കൗണ്ട് തുറക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ BJP അക്കൗണ്ട് തുറക്കണമെങ്കിൽ ബാക്കിയുള്ള BJPയിൽ നിന്ന് വന്നവർ ജയിക്കണം. സുരേഷ് ഗോപിയെ പിടിച്ചുകൊണ്ട് BJPയുടെ വിജയം എന്ന് ആഘോഷിക്കുമ്പോൾ അത് പറയുന്നവർക്ക് പറയാം, പക്ഷെ അതിൻ്റെ ജെന്യൂൻ എന്താണെന്ന് നമുക്കറിയാം. പലതും ജെന്യൂൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പ്രവചനങ്ങൾ നടത്തുന്നത്. പിന്നെ എന്നെ വിമർശിക്കുന്നവർക്ക് അല്ലെങ്കിൽ കമൻസ് തൊഴിലാളികൾക്ക് അത് അവരുടെ ജീവിത പ്രശ്നമായതുകൊണ്ട് അവർക്ക് കുറച്ച് നെഗറ്റീവും പോസിറ്റീവ് ഉണ്ടെങ്കിലേ പവർ സപ്ലൈ വരുള്ളൂ. അതെനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ പോസിറ്റീവ് മാത്രമായി കഴിഞ്ഞാൽ ഞാൻ ഭഗവാന്റെ മുകളിലാവും, ശിവഭഗവാന്റെ താഴെ നിൽക്കാൻ പാടുള്ളൂ. അതാണ് ദീക്ഷയുടെ ശക്തി, അതാണ് ദീക്ഷ എടുത്ത എൻ്റെ കാര്യം. സ്വാഭാവികമായിട്ട് ഞാനത് പറഞ്ഞു. നിങ്ങളെല്ലാ പേരും അങ്ങനെ പറയുന്നു, അത് മനുഷ്യരെന്ന നിലയിൽ നിങ്ങൾക്കങ്ങനെ പറയാം. സത്യമറിയുന്നവർക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി കാലം അതാണ് നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിന് അവർ കല്ലെറിയും, അതങ്ങനെയാണ്, പ്രവാചകന്മാരെയൊക്കെ കല്ലെറിയും, അവർ കുരിശിലേറ്റപ്പെടും, അതൊക്കെ പ്രകൃതി നിയമമാണ്. ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവരാണ് ദൈവജ്ഞർ. അപ്പോൾ മനുഷ്യന്മാർ പലതും കാണിക്കും, അതിലൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സബ്ജക്റ്റ് അതല്ല. അർജുൻ്റെ അമ്മയെ ഇതുപോലെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് തെറി ഉൾപ്പെടെ പറയുന്നത് കണ്ട് വിഷമം വരികയാണ് എനിക്ക്. ശരിക്കും എന്താ നമ്മുടെ ആൾക്കാരിങ്ങനെ മൃഗങ്ങളെപ്പോലെ ആയിപ്പോയത്? ഒരമ്മ ഒരു മകൻ്റെ ജീവന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അമ്മ TVയുടെ മുന്നിൽ വന്ന് ആ ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട്. സ്ത്രീ എന്ന് പറയുന്ന വലിയ ശക്തിയാണ്. അവരെ കുറ്റം പറയുന്നത് പോലും ഞാൻ ഈ TV കാണുമ്പോൾ പലരും അവരടുത്ത് അവരെ കുറ്റം പറയുന്നു. മകൻ മരിച്ചിട്ട് അവർക്കൊരു ദുഃഖമില്ല എന്ന്, മകൻ്റെ ഇതിലിങ്ങനെ വന്നിട്ട് മകനെ കാണാതായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ അവഹേളിക്കുമ്പോൾ ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കും. ആ അമ്മയുടെ വിൽ പവറാണ് ആ കാണുന്നത്, ആ സഹോദരിയുടെ വിൽ പവറാണ് ആ കാണുന്നത്. എങ്ങനെയും അർജുനെ രക്ഷിച്ചു കൊണ്ടുവരണം, അതിനവർക്ക് എങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ പറ്റും, അങ്ങനെയുള്ളതാണ് ആ കണ്ടത്. അതവരുടെ വിൽ പവറാണ്. പറയും പോലെ ഒരമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആമക്കളടുത്തായിരിക്കും, അച്ഛന് ഏറ്റവും കൂടുതൽ സ്നേഹം പെൺമക്കളടുത്തായിരിക്കും, ഒരു സഹോദരിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം സഹോദരനോടായിരിക്കും. അപ്പം അവരെന്ത് തെറ്റ് ചെയ്തു അതാണ് എനിക്കറിയേണ്ടത്. പിന്നെ ഭർത്താവിൽ നിന്നും കുട്ടിയുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാവാം, അല്ലെങ്കിൽ അതും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവർ മാക്സിമം സ്ത്രീകൾ ഭയമുള്ളവരാണ്, ഒതുങ്ങിപ്പോകുന്നവരാണ്. പക്ഷെ ഒരു പ്രശ്നം വന്നാൽ അവർക്ക് അത്ഭുതാപകമായ ഒരു ധൈര്യം ഭഗവാൻ കൊടുക്കും. അതാണ് നമ്മൾ കണ്ടത്. അല്ലാതെ അവരെ ആൾക്കാർ കുറ്റം പറയരുത് ദയവ് ചെയ്ത്. പിന്നെ അമ്മ ഇന്ത്യൻ പട്ടാളത്തെ അവഹേളിച്ചു. അവർ തന്നെയാണ് പറഞ്ഞ സൈന്യത്തിനെ കൊണ്ടുവരണമെന്ന്. അതിടയ്ക്ക് ആരൊക്കെയോ കുത്തിത്തിരിപ്പുണ്ടാക്കിയതായിരിക്കാം. പക്ഷേ അമ്മയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അമ്മ പട്ടാളത്തിനെ അവഹേളിച്ചത് തെറ്റ് തന്നെയാണ്. നമ്മൾ സ്വന്തം രാജ്യവും നമ്മുടെ രാജ്യത്തെ കാക്കുന്ന ഭടന്മാരും എപ്പോഴും വലുതാണ്. ഹേർട്സ് ഓഫ് ഇന്ത്യൻ ആർമി, അത് 100% ഉറപ്പ് തന്നെയാണ്. നമ്മളൊക്കെ ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ ആ പട്ടാളത്തുകാരാണ്. പക്ഷേ ആ പട്ടാളത്തുകാർക്ക് പോലും അത് മനസ്സിലായി. അമ്മ പറഞ്ഞതിൽ ഞങ്ങൾക്ക് വിഷമമില്ല എന്നാണ് അവർ പറഞ്ഞത്. അതാണ് ബ്രാവ്, അതാണ് ധീരജവാൻ, അതാണ് ധീരജവാന്മാർ. അവർ അങ്ങനെയൊന്നും വിഷമം വരില്ല, അവർക്കതൊക്കെ അറിയാം, അവരുടെ ജീവിതം അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ കുടുംബത്തിലും പട്ടാളത്തുകാർ ഒരുപാട് പേരുണ്ട്. സ്വാഭാവികമായിട്ട് അവരത് പറയും, അവർക്കതൊന്നും കാര്യമില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ നപുസകങ്ങൾ കിടന്ന് വാവയ്ക്കുന്നു. എന്തോ ആയിക്കോട്ടെ, നമ്മുടെ നാട് ഈ അർജുൻ്റെ മരണം എന്ന് ഞാൻ പറയും. നിങ്ങൾ ബോഡി കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കത് എത്രയോ സമയം മുമ്പേ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇനി അർജുൻ്റെ ഡെഡ് ബോഡി മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. ഇതിപ്പോഴുമല്ല, എപ്പോഴും ഞാൻ അതിൽ ഉറച്ചു തന്നെ നിൽക്കും. പക്ഷെ സന്തോഷ് നായർ എന്ന നിലയിൽ അദ്ദേഹം തിരിച്ചു വരണം എന്ന് ഞാൻ എൻ്റെ ഓരോ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ ഭഗവാൻ നിശ്ചയിച്ചാൽ അത് നടന്നു തന്നെ തീരണം. ഭഗവാന്റെ മുകളിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്കങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായും അർജുനന് ജീവൻ കൊടുക്കാൻ സാധിച്ചേനെ. അങ്ങനെ ഒരു കഴിവ് എനിക്കില്ല, അത് ഭഗവാന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് മനുഷ്യരതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ ആ പ്രാർത്ഥന ഭഗവാനെ നിങ്ങൾ ഇനി കുറ്റം പറയരുത്. കാലാകാലങ്ങളിൽ വിധി നടന്നു തന്നെ തീരണം. ഇതൊരു അർജുനൻ്റെ കാര്യമല്ല, ആയിരക്കണക്കിന് അർജുനന്മാരെ
നഷ്ടപ്പെട്ട അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തുണ്ട്. എത്രയോ വീര ജവാന്മാർ വീരമൃത്യു വരിക്കുന്ന സമയത്ത് അവരുടെ കുടുംബങ്ങളും കുഞ്ഞു കുട്ടികളുള്ള വീര ജവാന്മാർ മരിച്ചിട്ടുണ്ട്. പോലത്തുണ്ട് ഗർഭം, ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്, വീരജവാന്മാർ. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അർജുൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും നമുക്കത് ക്ഷമിക്കണം. കാരണം അവരുടെ ആ ഒരു അവസ്ഥ അങ്ങനെയാണ്. ഇന്ത്യൻ പട്ടാളത്തുകാർ പോലും അവരോട് ക്ഷമിച്ചു. പിന്നെ എന്തിനാ നമ്മൾ ഇവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഈ ദുഃഖം പൂണ്ടു നിൽക്കുന്ന സമയത്ത് അവഹേളിക്കുന്നത്? ഞാൻ എപ്പോഴും പറയും, കലിയുഗ ജ്യോതിഷൻ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. പിന്നെ എന്നെ നിങ്ങൾ ചീത്ത പറയുകഴിഞ്ഞാൽ ഞാൻ നോക്കില്ല, ഞാൻ കണ്ടാൽ അതുപോലെ തന്നെ മറുപടി കൊടുത്തിരിക്കും, ചെയ്തിരിക്കും. കാരണം അവൻ ആ ഭാഷ അറിയോ, അവൻ്റെ ഭാഷയെ തന്നെ അത് പറയണം. അത് ഏത് യൂട്യൂബറായാലും നിങ്ങളാരെയും ഒന്നും പറയാതെ അവർ നിങ്ങൾക്ക് ബാഡ് കമൻറ്റ്സ് എഴുതുകയോ ചീത്ത എഴുതുകയോ ചെയ്താൽ അവൻ അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കണം. എങ്കിലേ അവനത് മനസ്സിലാവുള്ളൂ. അതിന് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് തന്നെ നിങ്ങളത് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഈ നമ്മുടെ അർജുൻ്റെ അമ്മയെ ഒരിക്കലും പ്ലീസ് നിങ്ങളാരും അവഹേളിക്കരുത്. അവരുടെ അവസ്ഥ അങ്ങനെയാണ്. അത് ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് അവരുടെ മനസ്സിലാവുള്ളൂ. അതിനിടയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അവർ പറഞ്ഞാൽ പോലും അവർ ചിലപ്പോൾ അത് വിഷമം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. നമ്മളിപ്പം ചില സമയങ്ങളിൽ എമർജൻസി ആയിട്ട് നമുക്ക് അതിൻ്റെ ചികിത്സ കിട്ടാതെയൊക്കെ വരുമ്പോൾ നമുക്ക് വിഷമം വരും. അത് സ്വാഭാവികമായിട്ടുള്ളത്. അതിൽ നിന്ന് വൈദേശ്യം ഇതൊക്കെ വരുമെങ്കിലും പിന്നീട് അവരത് മനസ്സിലാക്കും. അപ്പോൾ അവരുടെ ആ ഒരു സ്ത്രീത്വത്തിൻ്റെ ഒരു എനർജിയാണ് നമ്മൾ കണ്ട, മാതൃത്വത്തിൻ്റെ ഒരു എനർജി. സ്വാഭാവികമായിട്ട് നിങ്ങളാരും അത് അവരെ ഇനി ഈ വീഡിയോ കാണുന്നവരെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളവരെ കുറ്റപ്പെടുത്തരുത് പ്ലീസ്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവരാരും ഇത് ചെയ്യത്തില്ല. എന്നുവെച്ചാൽ സാറ് ലോകത്തിലെ സകല ജീവജാലങ്ങളെയും തുല്യനായി കണ്ടാണ് പോകുന്നത്. സാറിൻ്റെ സ്വഭാവമാണ് ജാതി മതഭേദമന്യേ സർവരെയും തുല്യരായി കാണുന്നത്. ഞാൻ തന്നെ ഇങ്ങനെ ഒരു മതസൗഹാർദ്ദമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആരും തന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് കാണില്ല. അത് ഇഷ്ടപ്പെടുന്നവർ നമ്മളെ കൂടെ കാണും, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ വിമർശകരായിട്ടുള്ളവർ അങ്ങനെ പറയും. അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. അത് നമുക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നതനുസരിച്ച് പറഞ്ഞില്ലെങ്കിൽ അവർ നമ്മളെ അത് പറയും. ലോകത്താദ്യമായിട്ട് നെഞ്ചുറപ്പോടെ ചങ്കുറപ്പോടെ വിളിച്ചു പറഞ്ഞ ഒരേ ഒരു വ്യക്തി ലോകത്തിൽ കലിയുഗ ജ്യോതിഷനാണ്. അർജുൻ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞത് അന്ന് അതിന് താഴെ കമൻസ് എഴുതിയവർക്ക് അതറിയത്തില്ല. അവന്മാർക്ക് നിരപരാധികളാണ്. അതുകൊണ്ട് ഭഗവാൻ അവന്മാരോട് ക്ഷമിക്കണം. അവൻ ചെയ്യുന്ന പാവം എന്താണെന്ന് അവനറിയുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ വരുന്ന സമയത്ത് അവൻ വിചാരിക്കും അത് വേണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിനുള്ള ശാപം അവന് കിട്ടിക്കഴിഞ്ഞു. നിരപരാധിയെ ക്രൂശിച്ചാൽ അതിനുള്ള ശിക്ഷ കിട്ടും. സ്വാഭാവികമായിട്ട് അത് അർജുൻ്റെ അമ്മയോട് നിങ്ങൾ ക്ഷമിക്കണം. ആ കുടുംബത്തിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അർജുന് ജീവൻ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല, പക്ഷെ നമുക്കവരെ ആശ്വസിപ്പിക്കാൻ പറ്റും. അതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ കലിയുഗ ജ്യോതിഷൻ എന്തുകൊണ്ട് സ്ഥലം നിർണയിച്ചില്ല എന്ന്. കലിയുഗ ജ്യോതിഷന് സ്ഥലം നിർണയിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സംവിധാനങ്ങളോ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പോയി സ്ഥലം നിർണ്ണയിക്കും. എനിക്കറിയാം 20 മീറ്റർ, അതായത് 20 ചതുരം 2000 സ്ക്വയർ ഫീറ്റിനകത്ത് അതുണ്ട് എന്ന് വ്യക്തമായിട്ട് തന്നെ അറിയാം. അത് മണ്ണിൽ പുതഞ്ഞ് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. അത് ചെളിയുടെ അകത്ത് തന്നെയാണ്. ഒരുപക്ഷെ ട്രക്കിൽ നിന്നും അർജുനൻ പുറത്തേക്ക് പോയി കാണുമെന്നും ഞാൻ പറഞ്ഞു. എൻ്റെ വീഡിയോ കണ്ടവർക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുതന്നെയൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും കൂടെ ചേർന്ന് ഗവൺമെൻറ്റിന് ഒരു നിവേദനം കൊടുക്കൂ, വിമർശിക്കുന്നവർ നിവേദനം കൊടുക്കൂ, കലിയുഗ ജ്യോതിഷനെ ക്ഷണിക്കൂ. ഇതിന് മാത്രമല്ല, നിരവധി കാര്യങ്ങൾക്ക്, പല തെളിയാത്ത കേസുകൾ, പല പോലീസ് അന്വേഷണങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകാൻ, അങ്ങനെ ഈ ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്താൻ ഈ വിമർശിക്കുന്നവരൊരു ഇത് കൊടുക്കില്ലെങ്കിൽ നിങ്ങളൊരു പെർമിഷൻ വാങ്ങിത്തരൂ. ഇങ്ങനെ ഒരാളുണ്ട്, അദ്ദേഹം വരുമെന്നൊരു പെർമിഷൻ എനിക്ക് വാങ്ങിത്തരൂ, ഞാൻ പോയി പറഞ്ഞു കൊടുക്കാം. എല്ലാ വെല്ലുവിളികളും ഞാൻ ഏറ്റെടുക്കാറുണ്ട്, അത് സത്യമായിട്ട് തന്നെ. പക്ഷേ ആ വെല്ലുവിളികൾ മറ്റുള്ളവർ സ്വീകരിക്കില്ല.
1 കോടി രൂപ ജ്യോതിഷത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ കമൻസ് എഴുതിയ ആദ്യത്തെ വ്യക്തി ഞാനാണ്. നിങ്ങളുടെ ആ വെല്ലുവിളി ഞാൻ സ്ഥാനം നിർണ്ണയിച്ചു തരാം എന്ന് ഞാൻ ഏറ്റെടുത്തു. അതുകൊണ്ട് നിങ്ങൾ അനുവാദം വാങ്ങിത്തരൂ. ഈ വിമർശിക്കുന്നവരും വെല്ലുവിളിക്കുന്നവരും ഗവൺമെൻറ്റിനോട് പറഞ്ഞ് കലീക ജ്യോതിഷൻ അത് ചെയ്യും എന്ന് പറഞ്ഞ് പെർമിഷൻ വാങ്ങിച്ചു തരൂ. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിമർശിക്കൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ അറിയാമെന്നുള്ളവർക്ക് എല്ലാവർക്കും അതറിയാം. അല്ല, അത്ര കറക്റ്റ് അല്ലെങ്കിൽ ഞാനത് പറയില്ല. പിന്നെ കുറേ കാര്യങ്ങൾ കബഡി നിരത്തിയാലും കബഡി നോക്കിയാലും അതൊരു ഈശ്വരാധീനത്തിൻ്റെ ഭാഗമായിട്ട് ചിലത് കബഡി തെറ്റില്ല, നമ്മളത് മാറ്റിപ്പിടിക്കണമെങ്കിലേ ഉള്ളൂ. അതിനതിൻ്റേതായ കാരണങ്ങൾ കാണും, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ട് വിമർശിക്കുന്നവർ സ്ഥാനനിർണ്ണയം ചെയ്യണമെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ നിങ്ങളതിന് പെർമിഷൻ വാങ്ങിച്ചു തരണം. ഞാൻ ആ സ്പോട്ടിലെത്തി അത് നിർണ്ണയിക്കപ്പെടും. അല്ലെങ്കിൽ ആ ഗവൺമെൻറ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറ് ഒരു ജ്യോതിഷനെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു. അദ്ദേഹം അത് വെളിവാക്കുന്നുണ്ട്, എത്ര ഷാർപ്പായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇനി അർജുനൻ്റെ നാൾ, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സമയം എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അവരുടെ കുട്ടിയുടേത്, ഭാര്യയുടേത്, അമ്മയുടേത്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പിന്നെ ആ സ്ഥാനത്തിൻ്റെ മാപ്പ്, പിന്നെ ആ സമയം, ഈ വണ്ടി എപ്പോഴാണ് അവിടെ വന്നത് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്ക് അത് നിർണ്ണയിക്കാൻ പറ്റും. അത് ഇവിടെ മറ്റുള്ളവർക്ക് അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഈ ശാസ്ത്രത്തിൻ്റെ ശക്തി. നമ്മുടെ ശരീരത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടെങ്കിൽ ആ കറുത്ത പുള്ളി എവിടെ ഉണ്ടെന്നുള്ളത് അവൻ്റെ ഗ്രഹനില നോക്കിപ്പോലും പറയാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രത്തെ നിങ്ങൾ അവഹേളിക്കരുത്. അത്രത്തോളം എക്സ്പെർട്ടായിട്ടുള്ളവർക്ക് അത് പറയാൻ പറ്റും. ജോയിയുടെ മരണവും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ലോകം പിന്നീട് അത് തന്നെ കണ്ടത്. പിന്നെ ഈ ഞാവാലിപ്പട്ടികളെന്ന് ഇവർ ഒരു മേഡം ഉദ്ദേശിച്ചതുപോലെ അവരിതൊന്നും കാണില്ല. നെഗറ്റീവ് മാത്രം കാണുന്ന ചില സന്തതികൾ, അതായത് ചെകുത്താൻ്റെ സന്തതികൾ അങ്ങനെ പറയൂ. അതുകൊണ്ട് അതിൽ കാര്യമില്ല എന്ന് എല്ലാ പേർക്കും അറിയാം. കലിയുഗ ജ്യോതിഷനെ അറിയാമെന്നുള്ളവർക്ക് അതറിയാം. നിങ്ങൾക്കെല്ലാ പേർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരർ, ആദിപരാശക്തിയായ നമഃ. ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സൗഭാഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കട്ടെ. എൻ്റെ പൊന്നിൻ മഹാദേവ, നിങ്ങളെല്ലാ പേരും അർജുൻ്റെ അമ്മയോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും നിങ്ങളാരും അവർക്കെതിരെ മോശമായ കമൻസുകൾ എഴുതരുത്, പ്ലീസ്.